നമസ്തേ. അപ്പം നമ്മൾ പോകുന്നത് തൃശ്ശൂർ കാഴ്ച ബംഗ്ലാവിലേക്കാണ്. അപ്പം ഇന്ന് ഞങ്ങൾ 3 പേരേ ഉള്ളൂ കേട്ടോ. ഞാനും അച്ചും പാറു ഇങ്ങോട്ട് തിരിഞ്ഞു. വെയിലടിക്കാതിരിക്കാനാണ് കണ്ണട വെച്ചിരിക്കണേ കേട്ടോ. അപ്പോൾ ശ്രീചേട്ടൻ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീചേട്ടൻ ആദ്യം പറഞ്ഞു ഒറ്റയ്ക്ക് പോകണ്ടാന്ന്. പിന്നെ ഞങ്ങൾ കുറേ ഇങ്ങനെ ലയിച്ചോ കുറേ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു പോയിട്ട് വരാം. അപ്പോൾ ശ്രദ്ധിച്ചു പോകാൻ പറഞ്ഞു. അപ്പോൾ വണ്ടിമല പോണത് കേട്ടോ. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ കാഴ്ച ബംഗ്ലാവിൻ്റെ മുൻപിൽ എത്തിയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അധികം തിരക്കൊന്നുമില്ലാത്ത ദിവസമാണ് പോയത്. നമ്മളൊരു 4 മണിയായപ്പോഴാണ് പോയത് കേട്ടോ. അങ്ങനെ അച്ഛൻ പാറും കൂടി ടിക്കറ്റ് എടുക്കാൻ പോയി. ടിക്കറ്റ് എടുത്തിട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ അകത്തേക്ക് ഭക്ഷണ സാധനങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളൊന്നും കയറ്റാൻ പാടില്ല കേട്ടോ. അപ്പോൾ വെള്ളം കുപ്പി കയറ്റണമെങ്കിൽ അതിലൊരു സ്റ്റിക്കർ ഒട്ടിക്കണം. അതിനായിട്ടാണ് അച്ഛൻ പാറും പോയിരിക്കുന്നത്. അതിന് നമ്മൾ 20 രൂപ കൊടുക്കണം. തിരിച്ചു വരുമ്പോൾ കുപ്പി ഇതാണ് സ്റ്റിക്കർ കേട്ടോ. അത് കാണിച്ചു കൊടുത്താൽ 20 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. തിരക്കില്ല വൈകുന്നേരം. ഈ മ്യൂസിയത്തിൻ്റെ മുൻപിലുള്ള ഈ പൂക്കൾ നല്ല ഭംഗിയുണ്ടിട്ട് കാണാം. അപ്പം ഞാനൊരു വീഡിയോ എടുത്തതാണ്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ 4 മണി കഴിഞ്ഞിട്ടുണ്ടല്ലോ. ശരിക്കും 5 കാലാകുമ്പോൾ ഇവിടെ അടയ്ക്കും. അത് നമുക്ക് അറിയില്ലായിരുന്നെങ്കിലും തിരക്കൊന്നുമില്ലാതെ കണ്ടു. പക്ഷെ പാർക്കിലൊന്നും കയറാൻ പറ്റിയില്ല. പക്ഷെ കണ്ടു ഈ പൂവ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സൺഗ്ലേസ് സ്കൂളിന്റെ പുറകിൽ കൂടെ ഇങ്ങനെ വരിയായിട്ട് കൊണ്ടുവരും. 5 രൂപ കൊടുത്താൽ മതി. അപ്പോൾ വരിയായിട്ട് ഇങ്ങനെ കൊണ്ടുവരും. പക്ഷെ അന്ന് ഒരുപാട് മൃഗങ്ങളായിട്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഐസ്ക്രീം മേടിച്ചു തരും. നടക്കാനുള്ള ദൂരമല്ലോ. പക്ഷെ ഇപ്പൊ എനിക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ ഒറ്റ മൃഗങ്ങളില്ല. കുറഞ്ഞു പോയി. ജസ്റ്റ് നോക്കാം. വെള്ളമുണ്ട്. അശോകമരാണ് ഇട്ടത്. അശോകമരം അതെന്തോ കുടുക്ക പോലെ സാധനം കെട്ടിട്ടിരിക്കുകയാണ്. നാഗലിംഗം മരം വലിയൊരു ബോൾ പോലെയുള്ള കായാണ്. ഇനി നമ്മൾ എവിടേക്കാ പോണേന്നറിയോ? ഹിപ്പോപ്പൊട്ടാമസിനാണ്. നമ്മൾ എന്തിനാ കണ്ടേ? ഹിപ്പോട്ടോപ്പാമസ്. ഇനി നമ്മൾ പാർക്കിൽ കളിക്കാന്ന് വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ പാർക്ക് പൂട്ടിയിട്ടിരിക്കുന്നു. പാറിന് പാർക്കിൽ കളിക്കുന്നു. പക്ഷെ പാർക്ക് പൂട്ടി.
വെക്കേഷനൊക്കെ ആകുമ്പോ കുറച്ച് സമയം കൂടി വേണ്ടതല്ലേ? പായലിന്റെ അടിയിൽ കിടക്കുന്നുണ്ട്, കാണില്ലേ? പായലിന്റെ അടിയിൽ കണ്ട വെച്ചിട്ടോ പീരങ്കി. പാറു പുലി കരയണു. അവിടുന്ന് പുലി ഓളിടുന്ന സൗണ്ട് കേൾക്കണ്ടിട്ട് അതാണ് പാറു ഓടുന്നത്. പാറു ടുട്ടുനെ വിളിച്ചേ, വിളിക്ക് പാറു, അവനെ വിളിക്ക്. ഇത് നമ്മുടെ 3D ഷോ ഇവിടെ നടക്കുന്നതാണ്. ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ, 3D തിയേറ്ററിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ബോർഡും ഉണ്ട്, ഇതിപ്പോൾ പ്രവർത്തിക്കണില്ല എന്ന്. ഇത് പിന്നെ അവർക്ക് മൃഗങ്ങൾക്ക് ഭക്ഷണം, മാംസം അതൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ. ഇനി നമുക്ക് പുലിയുടെ അടുത്തേക്ക് പോവാം. അങ്ങനെ പുലികളുടെ എണ്ണമൊക്കെ കുറഞ്ഞിട്ട് ആകെ 2-3 എണ്ണേ ഉള്ളൂ. അതൊക്കെ കണ്ട് ഞങ്ങൾ വരികയാണ്. ഇപ്പം കണ്ടോ, എലികളൊക്കെ കയറി തുടങ്ങി കാഴ്ചബംഗ്ലാവിലെ മൃഗങ്ങളുടെ കൂട്ടിൽ. ഒരു എലിയാണ് കേട്ടോ, അതിനെ ഞങ്ങൾ എടുത്തുനിന്ന് മാത്രം. ഇതാണ് സ്വർണ്ണക്കോഴി. അപ്പം ഞാൻ പാറുവിന് സ്വർണ്ണക്കോഴീനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതോ ഈ ഇരിക്കുന്നതാണ് കേട്ടോ സ്വർണ്ണക്കോഴി, പല കളറ് ഉള്ളത്. അതിനുശേഷം വീണ്ടും ഇവിടെ ഈ ഒരു കുളത്തിൽ നമ്മൾ കണ്ടോ പൊന്തി നിൽക്കുന്നത് കണ്ടോ, അതാണ് ആ ചീങ്കണ്ണി. അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ പോവാണ് കേട്ടോ. ഇനി പാമ്പുകളെ കാണാനാണ് കയറുന്നത്. പാമ്പിനെ ഞാൻ കാണില്ല, അതുകൊണ്ട് അച്ഛൻ പാറും മാത്രമേ കയറിയുള്ളൂ കേട്ടോ. അവിടെ ഇട്ടോ എന്താ കഴിക്കണേ? ഐസ്ക്രീമാ വേണ്ടടാ, മേടിച്ചില്ലേ? അങ്ങനെ കാഴ്ച ബംഗ്ലാവ് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. പറഞ്ഞ വേറെ വീട്ടിൽ പോവാന്ന് പറഞ്ഞു. ഐസ്ക്രീം എങ്ങനെയുണ്ട്? സൂപ്പർ. വേണ്ട എത്രടാ? നമ്മ ടവല് തരാട്ടാ, അത് കൂടി കഴിക്കുക. ഇതെന്താ മസാല കപ്പലിന്റെ, അത് കൂടി കഴിക്കുന്നത് നമ്മ ടവല് തരാം. പതുക്കെ കഴിക്കും, പതുക്കെ കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം.